ഇവിടെ ഇവള് നൈറ്റ് ടൈം കിടന്നുറങ്ങുന്ന സമയം പെട്ടെന്ന് ഇവളുടെ പൊതുപ്പിനടിയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. അത് കാണുന്ന ഇവളാണെങ്കിൽ പേടിച്ച് വേഗം ആ പൊതുപ്പ് മാറ്റി നോക്കണം. പക്ഷെ അവിടെയാണെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അതേസമയം ആ കണ്ണിൽ കാണാത്ത രൂപമാണെങ്കിൽ ഇവളെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അടുത്തേക്ക് വരുന്നുണ്ടാവും. സോ അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ ആ പൊതുപ്പെടുത്ത് വീണ്ടും മേലെയിടും. ഇവളാണെങ്കിൽ ഒരു സിംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലഷർ എൻജോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അതിനനുസരിച്ച് പോലെ തന്നെ ആ പ്രേതമാണെങ്കിൽ അത്രത്തോളം റൊമാന്റിക്കുമാണ്. ഇവളാണെങ്കിൽ ആ പ്രേതമായിട്ട് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ പ്രേതത്തെ ഒരു ബോയ് ഫ്രണ്ടിന്റെ രീതിയിൽ കാണാൻ തുടങ്ങും. പക്ഷേ അമാനുഷികമായ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അടുത്ത ദിവസത്തേക്കും തുടരുകയാണ്. ഇവൾ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഡിന്നർ കുക്ക് ചെയ്യായിരിക്കും. ആ സമയം ആ പ്രേതം വീണ്ടും ഉള്ള പിന്നാലെ വരും. പക്ഷെ ഇപ്രാവശ്യമാണെങ്കിൽ കൂടുതൽ ഇന്റിമേറ്റ് ആയിട്ട് ഇവളോട് ബിഹേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ അതേസമയം ഇവളാണെങ്കിൽ അതിന് എതിർപ്പൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവളിങ്ങനെ ഈ കണ്ണിൽ കാണാത്ത ബോയ് ഫ്രണ്ടായിട്ട് എൻജോയ് ചെയ്യുന്ന സൗണ്ട് ആണെങ്കിൽ അടുത്ത വീട്ടുകാർക്ക് കേൾക്കുന്നുണ്ടാവും. ഇവളാ വീട്ടിൽ തനിച്ചാണെന്ന കാര്യം അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്ത് പറ്റുന്നു നോക്കാനായിട്ട് അവർ വരികയാണ്. പക്ഷെ ഡോർ തുറക്കാൻ പോകുന്ന സമയം ഇവൾ അവരോട് വേണ്ടെന്ന് പറയാണ്. ഇവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കും. അവർ അവിടെ നിന്ന് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ഇവളുടെ കണ്ണിൽ കാണാത്ത ബോയ് ഫ്രണ്ടും അവിടെ നിന്ന് കാണാതാവുകയാണ്. സോ ഇവൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ബോയ് ഫ്രണ്ടും അതും ഒരു പ്രേതത്തെ ബോയ് ഫ്രണ്ടായി കിട്ടിയതിലാണെങ്കിൽ ഇവൾ ഹാപ്പി ആയിരിക്കും. ആ സന്തോഷത്തോടു കൂടി തന്നെ ഇവൾ ഓഫീസിലേക്കും പോവുകയാണ്. പക്ഷെ ആ ദിവസം ഇവളുടെ വൺ സൈഡ് ആയിട്ട് ലൈവ് ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് വരും. സംസാരത്തിനിടെ ഇവളുടെ കിസിനായിട്ട് അടുത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ ആ പ്രേതം ടെൻഷൻ ആവുകയാണ്. അവിടെ നടക്കുന്ന കാര്യം മനസ്സിലാവാത്ത അവനാണെങ്കിൽ ഇവളോട് ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ ആ ദിവസം നൈറ്റും ഇവൾ ആ പ്രേതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ അതാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്ന പോലും ഉണ്ടാവില്ല. സോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആ പ്രേതം കാണുന്ന കാര്യം ഇവൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ പിണങ്ങി പോയ ഗോസ്റ്റ് ബോയ് ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവളാണെങ്കിൽ ഒരു മന്ത്രവാദിയെ കാണാൻ പോവുകയാണ്. അവിടെ ഉള്ളവരോടാണെങ്കിൽ ഇവൾ നടന്ന കാര്യം മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അങ്ങനെ ഇവളെ സഹായിക്കാൻ അവർ സമ്മതിക്കും. അവർ പറഞ്ഞ പോലെ ഇവളാണെങ്കിൽ റൂമിൽ ഒരു മെഴുകുതിരി കൊളുത്തി വെച്ച് ആ പ്രേതത്തെ വിചാരിച്ച് ഇവൾ ബെഡിൽ കിടക്കും. അതേസമയം ഈ സൈഡ് മന്ത്രവാദിയാണെങ്കിൽ ആ പ്രേതത്തെ വരുത്താനുള്ള മന്ത്രങ്ങളും പറയുന്നുണ്ടാവും. അതിന്റെ ഫലമായിട്ടാണെങ്കിൽ ആ പ്രേതം ഇവളുടെ റൂമിലേക്ക് വരികയാണ്. ഇവളുടെ ആഗ്രഹം ഒരിക്കൽ കൂടി അത് നിറവേറ്റും. പക്ഷെ അടുത്ത ദിവസം ഇവൾ ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ ആ പ്രേതം ഇവൾക്കൊരു മെസ്സേജ് എഴുതി വെച്ചിരിക്കുകയാണ്. ആ മെസ്സേജ് ആണെങ്കിൽ ഒരു ഗുഡ് ബൈ മെസ്സേജ് ആയിരിക്കും. കാരണം ആ പ്രേതത്തിനാണെങ്കിൽ പോവാൻ സമയമായിട്ടുണ്ടാവും. പക്ഷെ ഇവളാണെങ്കിൽ അത് വായിച്ച ശേഷം റിയൽ ആയിട്ട് ബ്രേക്കപ്പ് ആയ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. രാത്രി ആയാലും ആ പ്രേതം ഇല്ലാതെ ഇവൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉറക്കത്തിനുള്ള ഗുളിക കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന്റെ എഫക്റ്റിലാണെങ്കിൽ ഇവൾ മുഴുവനായിട്ടും ഡിപ്രഷൻ ആവുകയാണ്. ആ പ്രേതത്തെ വീണ്ടും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇവൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നോക്കുകയാണ്. പക്ഷെ പോകുന്ന വഴികളെല്ലാം ആ പ്രേതത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഒരു ഘട്ടത്തിൽ ഇവളാണെങ്കിൽ ആ റിയൽ ആയ പേഴ്സന്റെ വീടും കണ്ടെത്തുകയാണ്. ഇവൾക്കാണെങ്കിൽ ആ പ്രേതം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവൾ അളവിനധികമായ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കും. സഡനായിട്ട് ഇവളാണെങ്കിൽ വേറൊരു ലോകത്തെത്താണ്. ഇതാണെങ്കിൽ സ്വർഗ്ഗമാണ്. അവിടെ ഇവളുടെ ഗോസ്റ്റ് ബോയ് ഫ്രണ്ടിനെയും നേരിൽ കാണുകയാണ്. അങ്ങനെ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ ഒന്നിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ണറും ഇവനെ പോലെ ഒരു പ്രേതമാണെങ്കിൽ എങ്ങനെയുണ്ടാവുന്ന കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.